മക്കളെ ഡിഗ്രി ലെവലിൽ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ. ഞാൻ ഇതിന്റെ പ്ലസും മൈനസും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങണോ അതോ വേറെ ഏതെങ്കിലും എക്സാം ഫോക്കസ് ചെയ്യണോ എന്ന്. ഞാൻ ആദ്യം ഇതിന്റെ പ്ലസ് പറഞ്ഞുതരാം. നമുക്ക് ഇതൊരു സമാധാനമുള്ള ജോലിയാണ്. കാരണം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിഗ്രി നിലവാരമുള്ള ഒരു ക്വാളിഫിക്കേഷനിലെ പരീക്ഷയാണ്. ഈ പരീക്ഷ വെച്ച് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഹൈക്കോടതിയിലെ ഓഫീസ് ജോലികളാണ്. എന്ന് പറഞ്ഞാൽ ഓഫീസിനകത്തിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഫയൽ മൂവ്മെന്റോ ഫയൽ ക്രിയേഷനുമായി ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. അപ്പോൾ അത്യാവശ്യം സമാധാനമുള്ള വലിയ യൂണിയൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്, അസോസിയേഷൻ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയാം. രണ്ടാമത്തത് ഇതിന്റെ സാലറിയാണ്. 39,300 ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സാലറി നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ നേടാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. മൂന്നാമത്തത് നമ്മുടെ ഇൻഡസ്ട്രിയൽ നഗരമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായിട്ടുള്ള എറണാകുളത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്നുള്ളതാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യാമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനിയും അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഒരു സർക്കാർ ജോലിയോട് സമാനമായിട്ടുള്ള കേരള സർക്കാരിന്റെ കീഴിൽ ഒരു അസിസ്റ്റന്റായി ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലി കയറുമ്പോൾ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. KSR ഫോളോ ചെയ്യുന്നത് പോലെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. പെൻഷൻ NPS ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല കുറേ പ്രത്യേകതകൾ ആർക്കുണ്ട്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുണ്ട്. എന്നാൽ ഇതിന് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. ഒന്നാമത് ഞാൻ മുമ്പേ പ്ലസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, കേരളത്തിൽ ഒരിടത്തു മാത്രമാണ് ഹൈക്കോടതി ഉള്ളത്. അതായത് കേരളത്തിൽ എറണാകുളത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ജോലി ലഭ്യമാകുക. ജീവിതകാലം മുഴുവൻ നിങ്ങൾ എവിടെ ജോലി ചെയ്യേണ്ടി വരും? കേരളത്തിൽ എറണാകുളത്ത് തന്നെ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ നിന്ന് മാറുന്ന ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമാണെങ്കിൽ, അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് വേക്കൻസികളുടെ എണ്ണം കുറവായിരിക്കും. അതായത് ഒരു 60-70 വേക്കൻസികളായിരിക്കും ആകെ മൊത്തത്തിൽ പോകാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ വേക്കൻസികളുടെ എണ്ണം പൊതുവെ കുറവാണ്, അതും ഒരു പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ വരിക. പക്ഷേ ഈ ഒരു എക്സാമിന് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മലയാളം മാത്രമാണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ, ഇപ്പം മലയാളം മാത്രം പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ നിലവാരത്തിൽ, അതായത് ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ട്, എഴുത്ത് പരീക്ഷയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് മാത്രമല്ല എഴുത്ത് പരീക്ഷയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് നോളജ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചില കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ എക്സാമിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷൻ ഫീസ് കൂടി കൊടുത്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ വരിക. ഇത്രയൊക്കെ ആണെങ്കിലും ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കുറവാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന് ഏതാണ്ട് 4 ലക്ഷം പേര് ഡിഗ്രി പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ അത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, അത്രയും എണ്ണം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ആപ്ലിക്കേഷൻ ഫീസ് ഇട്ടിട്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പം ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത് കൊണ്ട് തന്നെ കുറെ അധികം കുട്ടികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, എറണാകുളത്ത് മാത്രം കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിലും ഒരു ബുദ്ധിമുട്ട് ചില കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉള്ള ഒരു പരീക്ഷയാണ്, അപ്പോൾ അതിൽ പ്രശ്നം വരാൻ സാധ്യത. അങ്ങനെ എണ്ണം നന്നായി കുറവുള്ള ഒരു പരീക്ഷയായിരിക്കും. അപ്പോൾ ഏറ്റവും നന്നായി സ്ട്രോങ് ആയിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പഠിച്ചു പോകാനായിട്ട് പറ്റും. മക്കളെ ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ വേണ്ടയോ. ഞാൻ അതിന്റെ പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പഠിച്ചാൽ, നന്നായി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി സമയം മാറ്റി വെക്കാനായിട്ട് തയ്യാറാണെങ്കിൽ ഈ സിലബസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കഴിഞ്ഞ തവണ പ്രിലിംസിന്, അതായത് ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 48.5 ആണ്. ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ കഴിയുന്ന അതേ സമയത്ത് തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് 1.5 മണിക്കൂറാണ് അല്ലെങ്കിൽ 1.25 മണിക്കൂറാണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ്റെ ടൈം. ആ ടൈം എപ്പോൾ തീരുന്നു അതേ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ 1 മണിക്കൂറിൻ്റെ എക്സാമും ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരു ദിവസം തന്നെയാണ്. 48.5 എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തവരുടെ പേപ്പർ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിന് വാല്യൂ ചെയ്തുള്ളൂ. അത് തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ, കട്ടക്കിരുന്ന് ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. ഒരു 10 മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലി ലഭ്യമാകുന്ന ഏറ്റവും വേഗത്തിൽ എക്സാമിനേഷൻ പ്രൊസീജിയറുകൾ നടക്കുന്ന ഒരു പരീക്ഷയാണ്. കാരണം ഇത് കേരള PSC നടത്തുന്ന പരീക്ഷയല്ല, കേരള ഹൈക്കോടതി നടത്തുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ എക്സാമിനേഷൻ്റെ പ്രൊസീജിയറുകളൊക്കെ എന്ത് ചെയ്യും? പൂർത്തിയാകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ, സമയമൊന്ന് മാറ്റി വെക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ, സൂപ്പർ നോട്ട്സ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ.
അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ ഈ 3 പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൈഡൻസ് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അല്ല എങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോടാം. അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് ബാച്ചിലോട് ജോയിൻ ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.